ഇത്രയും വെള്ളത്തിൽ കിടക്കുന്ന ചാള ഇവിടെ നമ്മുടെ മരി ഇരുന്നാണ് നന്നാക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് അപ്പൊ ഇന്നാണ് നമ്മുടെ ചാള ഇന്നലെ മേടിച്ച ചാള അച്ചാറിടാൻ പോകുന്നത്. അപ്പൊ ആദ്യം അതിന് വേണ്ടിയിട്ട് ചാള വറക്കാൻ പോവാണ്. ഇന്നലെ നമ്മൾ വെട്ടി വന്നപ്പോഴത്തേനും അത്യാവശ്യം സമയമായതുകൊണ്ട് നമ്മൾ അതിന് മസാല പറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പൊ ബാക്കി പ്രോസസ് എല്ലാം കാണിച്ച് കാട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ സ്വർണം നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ബ്രാൻഡ് പ്രൊമോഷൻ അല്ല ഗൈസ്. ഓക്കെ, മതിയാവുമായിരിക്കും. നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചാളായിട്ട് ഇട്ട് കൊടുക്കാം. തെറിക്കാൻ സാധ്യതയുണ്ട്. കിടക്കണ കിടപ്പ് കണ്ടാ കണ്ടല്ലോ. ഗൈസ്, ആ മണം ഉണ്ടല്ലോ, രക്ഷയില്ലാത്ത മണം കേട്ടോ. ഇതിവിടെ കിടന്ന ഫ്രൈ ആവട്ടെ, നമുക്ക് ബാക്കി പണി ചെയ്യാം. ഫ്രൈ ആവാനായിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കണം. ഗൈസ്, ഞങ്ങൾ അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ആൻഡ് വെളുത്തുള്ളി പിന്നെ നമ്മുടെ ഇഞ്ചി നന്നാക്കുവാണ്. പച്ചമുളകും വേണം. അതായത് നന്നാക്കി കഴിഞ്ഞിട്ട് പച്ചമുളകിന് കുറച്ച് വീഴും മതി, പെട്ടെന്ന് ആയിക്കോട്ടെ. ഗൈസ്, ആകി എടുത്തിട്ട് ഗൈസ് അത് പ്രത്യേകം മെൻഷൻ ചെയ്തു. അതെ, അല്ലെങ്കിൽ ഇത് വരുന്ന സമയത്ത് ഒരാൾ പോലെ കത്തി ആകി ആക്കുകയാണ് കേട്ടോ. ഗൈസ്, ഒരു ബബ്ലൂസ് നാരങ്ങ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കട്ട് ചെയ്യാം. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ബബ്ലൂസ് നാരങ്ങ എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ബിലോ. ഗൈസ്, നല്ല ഉണ്ട് കേട്ടോ. കത്തിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് ഓൾറെഡി കട്ട വെച്ചിട്ട് പോയിട്ടുണ്ട്. അമ്മേ അപ്പുറത്ത് നിന്ന് മീൻ വറുക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൂപ്പർ, നല്ല മൂത്ത സാധനം ഗൈസ്, കണ്ടോ. നമുക്കത് കഴിച്ചു നോക്കാം. ഒന്ന് മൂത്ത് പോയി ഗൈസ്. തരാം, ഞാൻ തിന്നു. ബിക്കോസ് ഐ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചാള വറുത്ത് വെച്ചില്ലേ, അതിൻ്റെ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ ഇച്ചിരി ക്വാണ്ടിറ്റി കുറവുണ്ട്, അപ്പം നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായി ചൂടാവണം. നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഉലുവ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകും. ഉലുവ അധികം കൂടണ്ട, ചിലപ്പോൾ ഉലുവയുടെ ക്വാണ്ടിറ്റി കൂടുതലാവുമ്പോൾ അച്ചാറിന് ചെറിയൊരു കഴിക്കാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉലുവ അധികം ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ. അങ്ങനെ ഉലുവയും കടുകിട്ട് അത് നന്നായി ചൂടായിട്ട് നന്നായി പൊട്ടിത്തെറിച്ചതിന് ശേഷം ഈ പൊട്ടൽ നിൽക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി ഇട്ടു, ഇനി നമ്മളൊന്ന് ഇളക്കുന്നു. ഓക്കെ, അതിലേക്ക് ഇനി നമുക്ക് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ കറിവേപ്പില ഇടുന്നില്ല. ചിലപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിലേ ഓവറായിട്ട് ഫ്രൈ ആവാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കറിവേപ്പില ഇടാത്തത്. ഓക്കെ, ഇനി നന്നായി വേവട്ടെ. നന്നായി വാടാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അധികം വാടണ്ട. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ എന്തോ ഇതിൻ്റെ സമയത്ത് എന്തോ എടുക്കാൻ പോയതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മൊരിയിൽ ഇച്ചിരി കൂടിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് നമ്മളിത് തീ ഓഫ് ചെയ്തു. ഈ തീ ഓഫ് ചെയ്തതിലേക്കാണ് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഓൾറെഡി ചൂടുണ്ടാവും അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എല്ലായിടത്തും ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രാഹ്മൺസിൻ്റെ പിക്കിൾ പൗഡറാണ്. ബ്രാൻഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രാഹ്മൺസിൻ്റെ പിക്കിൾ പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ല തിക്കായിട്ട് നല്ല ഗ്രേവി കിട്ടാനായിട്ട് അതാണ് യൂസ് ചെയ്തേക്കണേ. ഈ പിക്കിൾ പൗഡർ കൂടാണ്ട് നമ്മളിതിലേക്ക് മുളക് പൊടിയും പിന്നെ അതേപോലെ കായപ്പൊടിയും എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്.
അതിട്ടിട്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കുവാണ് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കായപ്പൊടി ഇടാനായിട്ട് മറന്നുമായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് കായപ്പൊടി ഇടുന്നത്. കുഴപ്പമില്ല, നമ്മളിപ്പോൾ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കുവാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ചാളയായിരിക്കും കേട്ടോ ഇടാൻ പോകേണ്ടത്. നമ്മൾ അങ്ങനെയായിരിക്കും, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ടായതുകൊണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ചാളയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പൊടിയൊക്കെ അത്യാവശ്യം ഈ ചൂടിൽ കിടന്ന് നന്നായി മൂത്തിട്ടുണ്ട്. അതിലേക്ക് ആ ഒരു മുളക് പൊടിയുടെയും പിന്നെ അതേപോലെ അച്ചാർപ്പൊടിയുടെയൊക്കെ ആ പച്ചക്കുത്തില്ലേ അത് മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ചാളക്കുട്ടന്മാരെ ഇടുവാണ്. ഈ ചാള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഫ്രൈ ചെയ്തതാണ്, നല്ല കറുമുറാന്നിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ അച്ചാറിന് എടുക്കാനായിട്ട്. നമ്മളിവിടെ അങ്ങനെയാണ് എടുക്കുന്നത്. കാരണം എന്താണെന്നറിയോ, അങ്ങനെയാകുമ്പോൾ ഈ വിനാഗിരിയിലൊക്കെ കിടന്ന് ഇത് നന്നായി കുതിരും. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇറച്ചി കുറച്ചും കൂടി സോഫ്റ്റ് ആവും. എന്നിട്ട് നമ്മൾ എല്ലായിടത്തേക്കും ഇതിൻ്റെ ഗ്രേവി ഈ ചാളയിലേക്ക് മൊത്തമാക്കി കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തിട്ട്, പാത്രം ചെറിയൊരു വലിപ്പക്കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നന്നായി എല്ലായിടത്തേക്കും നമ്മുടെ ഈ അച്ചാറിൻ്റെ ഗ്രേവി എത്തിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ വിനാഗിരി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പുളി കൂടുതലാണെങ്കിൽ അച്ചാറിന് പുളി ഇത്തിരി മുന്നിൽ നിൽക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതത്ര നല്ലതല്ല. അപ്പോൾ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. പിന്നെ ആണെങ്കിൽ ഗ്രേവി ഇത്തിരി കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണമെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രേവി കുറച്ചും കൂടി ലൂസ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇളം ചൂടുവെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ വിനാഗിരിയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എണ്ണയും ഇതിലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.